വെറുതെ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയ സമയത്ത് റോഡിൻ്റെ വക്കത്ത് ഒരു പഴച്ചെടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ പഴം പൊട്ടിച്ചു. ഇതാണ് സാധനം. കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പഴത്തിനോട് സാമ്യത തോന്നുന്നുണ്ടോ? നമ്മളെ റാസ്ബെറിയുടെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട തണുപ്പുള്ള ക്ലൈമറ്റിൽ മാത്രം ഉണ്ടാകുന്നൊരു സാധനമാണ്. റോഡ് സൈഡിൽ ധാരാളം കായ്ച്ചു നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നമ്മൾ അടുത്തേക്ക് പോയി. അതേപോലെ കൊലകുത്തി കായ്ച്ചിട്ടുണ്ട്. നിറച്ച് പുതിയ ഫ്ലേവറും കായ്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് പോയിട്ട് അത് പൊട്ടിച്ച് കഴിച്ച് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഒരു നേരിയ പുളിയും നല്ല മധുരവും, നല്ല അടിപൊളി പഴമാണ്. അപ്പോൾ അവിടുത്തെ അണ്ണനോട് ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞു ഉടമ്പക്കൊക്കെ നല്ല ഫ്രൂട്ടാണ്, ധൈര്യமாக സാപ്പിട്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ അത് സാപ്പിടാൻ വേണ്ടി വന്നതാണ്. പൊട്ടിച്ച് കഴിച്ചു. സംഭവം അടിപൊളിയാണ്. ஆனால் சாப்பிடலாம். இதே 2-3 வெரைட்டி இருக்குது. ஆமாம், யார் வேணாலும் சாப்பிடலாம். இதெல்லாம் ஒரு விஷம் கிடையாது. சும்மா பறித்து சாப்பிடலாம். பழம் மட்டும் இல்லை. அதில் ஏதாச்சும் பட்டிருக்கும். ஆனால் நேம் நமக்கு தெரியாது, ஃபாரினர்ஸுக்கு தெரியுமா இருக்கும். ഇത് ഇങ്ങ മാത്രമല്ല ഉണ്ടാവുള്ളൂ. ഇത് ഇங்கே തണുപ്പ് എടുത്തിട്ട് വേറെ സ്ഥലത്ത് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇത് ആ ബ്ലാക്ക്ബെറി സ്ട്രോബെറി ഒക്കെ ഇല്ലേ, ആമാ, അതിൻ്റെ കൂട്ടത്തിൽ വരും. നമ്മൾ റോഡ് സൈഡിൽ കണ്ട ഒരു പഴമാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഇതിനടുത്തൊന്ന് പോയി നോക്കിയപ്പോൾ റാസ്ബെറിയുടെ ഒക്കെ അതേ ടൈപ്പ് ഫ്രൂട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ജസ്റ്റ് പൊട്ടിച്ച് കഴിച്ചു നോക്കി. അപ്പോൾ ചിലതെല്ലാം പഴുത്തിട്ടുണ്ട്, ചിലതത്ര പഴുത്തിട്ടില്ല. ഇതാണ് സംഭവം. കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു നേരിയ പുളിയും മധുരവും എല്ലാം കൂടി അടങ്ങിയ ഒരു തരം ബെറിയാണിത്. ഇഷ്ടംപോലെ പൊട്ടിച്ച് കഴിച്ചോ. ഇത് കണ്ടപ്പോൾ നമ്മളൊരു കൂട്ടുകാരനുണ്ട്, ഓനെ കവറൊക്കെ ഇട്ട് വന്നിക്കണം. നോക്കട്ടെ കണ്ടാ, എന്ത് കണ്ടാലും അടിച്ച് മാറ്റാൻ നല്ല ഒറ്റ സ്വഭാവമുള്ളൂ. അപ്പോൾ നമ്മളെ റാസ്ബെറിയുടെ ഒക്കെ ഫാമിലിയിൽപ്പെട്ട ഇതാ, കണ്ടാൽ തന്നെ അറിയാം നല്ല മുള്ളൊക്കെ ഉള്ള ലീഫാണ്. അതുപോലെ കൊല കുത്തി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മളെ ക്ലൈമറ്റിൽ പക്ഷെ ഉണ്ടാവില്ല, നല്ല തണുപ്പ് വേണം ഇതിന്. അപ്പോൾ ഏതായാലും സംഭവം കണ്ട് അത്യാവശ്യം കഴിക്കാൻ പറ്റി. ചനമുള്ളൂത്തുണ്ട്. 2 കൊമ്പ് പൊട്ടിച്ച് വെച്ചോ. പൊട്ടിച്ച് വെച്ചിട്ട് കാര്യമില്ല. അവിടെയൊക്കെ കുറേ ഉണ്ട്. അവിടെ വലിയ മരമാണിത്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ആ കാണാതല്ല കേട്ടോ, വേറെ എന്തോ പറയാണ്. അപ്പോൾ നമുക്ക് പഴച്ചെടികളുമായി ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം. ഇതൊന്ന് ആസ്വദിക്കട്ടെ.